ഇടിച്ചൊത്തി ഇത് ഹീറ്റായിട്ട് ബോഡി ഹീറ്റായിട്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ തുറന്നു വിട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ 3-4 കുട്ടികളാവും. അതിന് എനിക്ക് ഇവർ പ്രസവിച്ച് കഴിഞ്ഞാൽ ഒരാളിനെ ഏറ്റെടുക്കുമോ കുട്ടികളെ നോക്കുമോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എത്ര ആളുടെ അടുത്ത് കൈയും കാലും പിടിച്ചിട്ടുണ്ടല്ലോ. ഒരു മനുഷ്യൻ ഇറങ്ങി വന്നിട്ടില്ല എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എത്രയോ പൂച്ചകളെ റെസ്ക്യൂ ചെയ്ത് ഞാൻ കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൽ കൊണ്ട് വളർത്തി. കുറേ കൈയും കാലും പിടിച്ച് കുറച്ച് ആൾക്കാർ നല്ല മനസ്സുള്ളവർ കൊണ്ടുപോയിട്ട് അവർ നോക്കിയിട്ട് അവരുടെ നല്ല മനസ്സുള്ളവരുടെ കൈയും കാലും പിടിക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. പുറത്ത് പോയത് പിന്നെ മഴയുണ്ടേ, ഓറഞ്ച് ഇല്ല അവിടെ. കൈയും കാലും പിടിക്കുന്ന സ്നേഹമുള്ളവരുടെ പറഞ്ഞ് നമ്മളെപ്പോലെയുള്ള ആൾക്കാർ എന്നെപ്പോലെയുള്ള ആൾക്കാരാകുമ്പോൾ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. അവർ പൂച്ചനെ എടുക്കും. ഒരു പൂച്ചയൊക്കെ കൊണ്ടുപോയിട്ട് ഇപ്പോഴും നല്ല രീതിക്ക് നോക്കി സ്നേഹത്തോടെ നോക്കി വളർത്തുന്നുണ്ട്. എന്താ ആരെയോ പറയുന്നത്? എന്ന് പറയുന്നത് സിംബയാണോ? ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ നിറയെ പൂച്ചയായപ്പോൾ ഞാൻ കുറേ പേർക്ക് ഹെൽപ്പ് ചെയ്ത് ആരെങ്കിലും ഏറ്റെടുക്കുകയോ വളർത്തോ. എനിക്ക് ഇത്രയും പൂച്ചകളെ നോക്കാൻ പറ്റുന്നില്ല. എന്താ വെച്ചാൽ ഇത് വാടകയോടെ. സിംബ പിന്നെയും തല്ലൂടാൻ പോവാ. സിംബാക്ക് ഇപ്പം എന്താണെന്നറിയില്ല, കുറച്ച് ദിവസമായിട്ട് വിളവ് കൂടുന്നുണ്ട്. ഭയങ്കര വിളവാ. എല്ലാവരെയും പിടിച്ചടിക്കുകയാണ്. ഇപ്പം ഇവൻ്റെ കൂട്ടായിട്ടുണ്ട്. ഇവനെങ്ങനെയാണ്? പുലിയും സിംഹത്തിൻ്റെ സ്വഭാവമല്ലേ ഒറ്റയൊക്കെ ഉള്ളത്, ആരും അടുക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ പെൺപൂച്ചകളിലൊന്നും വേറെ പൂച്ചകളൊന്നും ചെയ്യില്ല. ഇവനെന്താണെന്നറിയില്ല, ആ പെണ്ണിനെ ഇട്ട് തല്ലുക. അതും ഇരിക്കണൊക്കെ പാവം. കുഞ്ഞേ രാവിലെ എണിച്ച് എനിക്ക് ഉള്ളിലത്തെ പൂച്ചകളിലെ നോക്കണം. ഉള്ളിലുണ്ട് 4 പൂച്ച. പുറത്ത് ഓറഞ്ച് വരും, പിന്നെ നായ്ക്കൾ വരും. അവർക്കുള്ള ഫുഡ് കൊടുക്കും. ഇവരിൻ്റെ കാര്യങ്ങൾ നോക്കണം. അതിലെനിക്ക് വൈകിക്ക മക്കളൊക്കെ നോക്കും കേട്ടോ. അങ്ങനെ മക്കൾ ഫുൾ ടൈം വരുന്നില്ല. അർഷാദ് ഒരു നേരം ഫുഡ് കൊടുക്കും, ഒരു നേരം ഫുഡ് കൊടുക്കും. ഇല്ലെങ്കിൽ ഇക്കും അർഷാദും വന്നിട്ട് ഇവരിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ വൃത്തിയാക്കിയിടും. അങ്ങനെ വൃത്തിയില്ലാണ്ടാക്കിയിടില്ല. ഇപ്പോൾ കണ്ടോ അവിടെയൊക്കെ ഡെയിലി വെള്ളമൊഴിച്ച് കഴുകി ക്ലീൻ ചെയ്യും. അങ്ങനെയാണ്. ഞാൻ പോയിട്ട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ ഈ വീഡിയോ ചെറിയ വീഡിയോ ആക്കിയിട്ട് ഇടുന്നുള്ളൂ. ഫുൾ ലെങ്ത്തുള്ള വീഡിയോ ആക്കിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല. ശരി, ഞാനിപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ കുഞ്ഞി എടുക്കുന്നുണ്ട്. എൻ്റെ ചുഞ്ചിരി കുഞ്ഞി എവിടെ? എൻ്റെ ചുഞ്ചിരി കുഞ്ഞി അവിടെ നോക്ക്. ഓറഞ്ച് വന്നാൽ നോക്ക്. ഓറഞ്ച് വന്നാൽ ഇവരിവിടെ കയറി കിടന്നിട്ടാണ് ഇത്ര അഴുക്കായിരിക്കുന്നിട്ടോ. നമ്മുടെ പൊന്നാണ്, സ്വത്തുമണിയാണ്. നമുക്ക് എല്ലാവരെയും വീട്ടിനകത്തിട്ട് വളർത്താൻ പാടില്ല. എന്താ വെച്ചാൽ ഇത്ര ആൾക്കാരുള്ളതല്ല. അവിടെ തന്നെ 4 പൂച്ച ഉണ്ട്. അവരുടെ തന്നെ ബാത്റൂം പോകണം, ടോയ്ലറ്റ് പോകണം, വൃത്തിയാക്കൽ. വീട്ടിനകത്ത് ചെറിയ സ്മെല്ലൊക്കെ വരും. പുറമേ ഉള്ളവർ എപ്പോഴെങ്കിലും വരുമ്പോൾ പറയാം. അതൊന്നും എനിക്ക് വിഷയമല്ല. എന്തെങ്കിലും വരുന്നവർക്ക് വേണ്ടി എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പൂച്ചകളെ എനിക്ക് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഇഷ്ടമുള്ളവർ വന്നാൽ മതി, എല്ലാത്തവരും വരണ്ട. അത്രയേ ഉള്ളൂ എനിക്ക്. അപ്പോൾ എന്തായാലും വീഡിയോ ഇനി ലൈറ്റ് കൂടിക്കൊണ്ടിരിക്കില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, ബൈ. ശരി, ശത്തോ.